ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇലക്ട്രോ എന്ന നമ്മുടെ ഇലക്ട്രോണിക്സ് മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു അഡ്രിനോ പ്രൊജക്റ്റ് ബേസ്ഡ് ആയിട്ട് നമ്മൾ നമ്മുടെ റോട്ടറി എൻകോഡർ എങ്ങനെ ചെക്ക് ചെയ്യും, റോട്ടറി എൻകോഡർ നമുക്ക് കിട്ടിയിരിക്കുന്നത് നല്ലതാണോ എന്നൊക്കെ എങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാൻ പറ്റുക, അതിനെപ്പറ്റിയുള്ളൊരു വീഡിയോ ആണ് ഇന്ന് തയ്യാറാക്കുന്നത്. നമുക്ക് ഇതിൻ്റെ കണക്ഷൻസും അതുപോലെ തന്നെ എങ്ങനെയാണ് പ്രോഗ്രാമിംഗ് ചെയ്യുന്നതും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, ഞാൻ അഖിൽ സതീഷ്. എല്ലാവർക്കും ഇലക്ട്രോ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഏകദേശം എല്ലാ ടൈപ്പും റോട്ടറി എൻകോഡറിൻ്റെ പിൻസ് ഇങ്ങനെയാണ് വരാറുള്ളത്. മേലെ ക്ലിക്ക്, DT, സ്വിച്ച്, പോസിറ്റീവ്, ഗ്രൗണ്ട്, ഇങ്ങനെയാണ് അതിൻ്റെ പിന്ന് വരുന്നത്. അപ്പം ഇതിൻ്റെ കണക്ഷൻസ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അത് നമ്മൾ അഡ്രിനോ എടുക്കുക. അഡ്രിനോൻ്റെ അകത്ത് ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നമ്മൾ എന്ത് ചെയ്യുക, അഡ്രിനോൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനൽ ഉണ്ടാവുമല്ലോ, 5 വോൾട്ട് പോസിറ്റീവ്, 5 വോൾട്ട് നെഗറ്റീവ്. ഞാനിപ്പം ഇവിടെ ഈ മഞ്ഞ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് പോസിറ്റീവിലാണ്, പിന്നെ ഈ ഓറഞ്ച് വയർ കണക്ട് ചെയ്തിരിക്കുന്നത് ഗ്രൗണ്ടിലാണ്, കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഇവിടെ ഓറഞ്ച് വയർ ഗ്രൗണ്ടും മഞ്ഞ വയർ പോസിറ്റീവിലും. നെക്സ്റ്റ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത് SW എന്ന് പറഞ്ഞ വയറാണ്, അതായത് പച്ച വയർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെ ഡിജിറ്റൽ പിൻ 3യിലാണ്. ഓക്കെ, അതുപോലെ തന്നെ ബാക്കിയുള്ള 2 പിന്നുകളും DTൻ്റെയും ക്ലിക്കിൻ്റെയും ഓക്കെ, അതും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് DTൻ്റെത് നീല വയറും മറ്റേത് വയലറ്റ് വയറുമാണ്. നീല വയർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് മൂന്നാമത്തെ പിന്നിലും, പിന്നെ നമ്മൾ അടുത്ത വയർ കണക്ട് ചെയ്തിരിക്കുന്നത് വയലറ്റ് വയർ. ദാറ്റ് മീൻസ് ക്ലിക്കിൻ്റെ വയർ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മൾ ഈ 2ാമത്തെ പിന്നിലുമാണ്. ഓക്കെ, ഇനി നമ്മൾ പ്രോഗ്രാം ചെയ്യണം. ഇത് ടെസ്റ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതാണ്, നിങ്ങൾക്ക് എടുത്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം റൺ ചെയ്ത് വെച്ചതാണ് പ്രോഗ്രാം. നിങ്ങൾക്ക് ഞാൻ ആദ്യം തൊട്ട് കാണിച്ചു തരാം. നമ്മളിതുപോലെ തന്നെ പ്രോഗ്രാം നിങ്ങളൊരു മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. നിങ്ങൾ നേരെ എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നിന്ന് ഈ കോഡ് എടുത്തിട്ട് പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, കമ്പൈൽ ചെയ്യുക. എററൊന്നും ഉണ്ടാവില്ല. ഓക്കെ, എററെല്ലാം റെഡിയാക്കി വെച്ചാണ്. എന്നിട്ട് എന്ത് ചെയ്യുക, നമ്മൾ നേരെ നമ്മുടെ അഡ്രിനോയിലോട്ട് അപ്ലോഡ് ചെയ്യുക. ഓക്കെ, നമ്മൾ കോഡ് അഡ്രിനോയിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പോവാണ്. അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം LED ബ്ലിങ്ക് ചെയ്യുന്നത്. ഫുള്ള് ബ്ലിങ്കിങ് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ കോഡ് അപ്ലോഡായെന്ന് കാണിക്കും. ഇവിടെ എഴുതിയും കാണിക്കും അപ്ലോഡിങ് ഡൺ ആയി എന്നുള്ളത്. ഇനി നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരെ ടൂൾസിൽ പോവുക, സീരിയൽ മോണിറ്റർ, ഇതാണ് നമുക്ക് തുറന്നു വെക്കേണ്ടത്. ഓക്കെ, ഇനി നമ്മുടെ റോട്ടറി എൻകോഡർ വലത്തോട്ട് തിരിക്കാൻ പോവാണ്. വലത്തോട്ട് ഇരിക്കുമ്പോൾ കൗണ്ടായിട്ട് കൂടുന്നുണ്ട്, 1 2 3 4 5 കണ്ടോ. നമ്മൾ ലെഫ്റ്റിലേക്ക് ഇരിക്കുമ്പോൾ അതേപോലെ തന്നെ 10 9 കുറഞ്ഞു വരുന്നുണ്ട്. നമ്മൾ സ്വിച്ച് പ്രസ് ചെയ്യാണ്. പ്രസ് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് പ്രസ്ഡ്, ബട്ടൺ പ്രസ്ഡ്, ഒരു കുഴപ്പമില്ലാതെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ഈ റോട്ടറി എൻകോഡർ നല്ല റോട്ടറി എൻകോഡറാണ്, കംപ്ലയിൻസ് ഒന്നുമില്ല, കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുപോലത്തെ ചെറിയ ചെറിയ ടിപ്സൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇടാനൊരു ഇൻട്രസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. ഓക്കെ, എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ വീണ്ടും കാണാം. ഓക്കെ.